കീറ്റോ ഡയറ്റ് വില്ലനായി നടിയുടെ ദാരുണ അന്ത്യം. ശരീരഭാരം കുറയ്ക്കാൻ കീറ്റോ ഡയറ്റ് സ്വീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങളാൽ വൃക്ക തകരാറിലായതിനെ തുടർന്ന് പ്രശസ്ത ബംഗാളി നടി മിഷ്തി മുഖർജി കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. 27 വയസ്സു മാത്രം പ്രായമുള്ള ഈ നടിയുടെ മരണവാർത്ത സിനിമാ ലോകം ആകമാനം ഞെട്ടിയിരിക്കുകയാണ്. സിനിമാ ലോകത്തെ ഒട്ടുമിക്കയുള്ള എല്ലാ നടീനടന്മാരും ശീലിക്കുന്ന കീറ്റോ ഡയറ്റിനെ കുറിച്ച് എത്നിക് ഹെൽത്ത് കോട്ട് വിശദീകരിക്കുന്നു. എത്നിക് ഹെൽത്ത് കോട്ട് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കീറ്റോ ഡയറ്റിനെ കുറിച്ചാണ്. കീറ്റോ ഡയറ്റ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരു തരം ഡയറ്റാണ്. അതായത് പെട്ടെന്ന് വെയിറ്റ് കുറയുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് ഹിറ്റായ ഒരു സംഭവമാണ് കീറ്റോ ഡയറ്റ്. ഇതിന് എങ്ങനെയാണ് കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത്, കീറ്റോ ഡയറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്, കീറ്റോ ഡയറ്റ് കൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായി കീറ്റോ ഡയറ്റിന് വേറൊരു പേരുണ്ട്, LCHF ഡയറ്റ്, ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് ഡയറ്റ്, LCHF. ആ വാക്കിന്റെ അർത്ഥം തന്നെയാണ് ആ കീറ്റോ ഡയറ്റിന്റെ മെയിൻ സാധനം, അതായത് ലോ കാർബോഹൈഡ്രേറ്റ്. നമ്മൾ സാധാരണ കാർബോഹൈഡ്രേറ്റ്, നമ്മുടെ അന്നജം, അതായത് നമ്മുടെ അരിയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഒരു എനർജി സോഴ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്. അത് മാറ്റിയിട്ട് നമ്മുടെ ബോഡിയുടെ ഫുൾ മെക്കാനിസം തന്നെ മാറ്റി ഫാറ്റ് കൊണ്ട് നമ്മുടെ എനർജി നമുക്ക് ബോഡി തരുന്നതിനാണ് ഈ ഒരു മെക്കാനിസം. ഈ ഒരു കീറ്റോ ഡയറ്റിൽ 70 മുതൽ 80% വരെ നമ്മുടെ ദിവസം കഴിക്കുന്ന ആഹാരത്തിൽ ഫാറ്റിന്റെ കണ്ടന്റ് കൂട്ടുകയും 20 മുതൽ 30% വരെ നമ്മുടെ പ്രോട്ടീനും 5 മുതൽ 10% വരെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സുമാണ് കഴിക്കേണ്ടത് ഈ ഒരു ഡയറ്റ് പ്ലാൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫുൾ മെക്കാനിസം, ബോഡിയുടെ ഫുൾ മെക്കാനിസം തന്നെ മാറുകയാണ്. കീറ്റോ ഡയറ്റ് അധികം നാളായിട്ടില്ല ഇത് നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ട്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും കീറ്റോ ഡയറ്റിന്, ചില പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഞാൻ പറയാം. കീറ്റോ ഡയറ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തില്ല, വെള്ളം കുടിച്ചില്ല. വെള്ളം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ ഏകദേശം 3 ലിറ്റർ അല്ലെങ്കിൽ 4 ലിറ്റർ വെള്ളം കീറ്റോ ഡയറ്റ് എടുക്കുന്ന ഒരാൾ കുടിച്ചില്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കില്ല. നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മലബന്ധമാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഒരു കോംപ്ലിക്കേഷൻ. ഇത് കൂടാതെ നമുക്ക് കോളോൺ ക്യാൻസർ ഉണ്ടാവും. ഒത്തിരി മീറ്റ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഒട്ടും നല്ലതല്ല. ഞങ്ങൾക്കറിയാം, റെഡ് മീറ്റ് ഒത്തിരി കഴിക്കുന്നവർക്ക് കോളോൺ ക്യാൻസർ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പല വൈറ്റമിൻസും നമ്മുടെ ഫ്രൂട്ട്സിലൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ബി എന്ന വൈറ്റമിൻ നമുക്ക് ബോഡിയിൽ കുറവായിരിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ 5 ദിവസം കൂടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം നമുക്ക് കുറച്ച് വൈറ്റമിൻ ബി അടങ്ങിയ ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ആദ്യമായി കീറ്റോ ഡയറ്റ് തുടങ്ങുന്നവർക്ക് കുറച്ച് സിംറ്റംസ്, പ്രോബ്ലംസ് ആയിട്ട് വരാറുണ്ട്. അതായത് 2 പ്രോബ്ലംസ് ആണ്. ഒന്ന് കീറ്റോ ഫ്ലൂ എന്ന് പറയും, കീറ്റോ റാഷ് എന്ന് പറയും. കീറ്റോ ഫ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ അതിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മുടെ ബോഡിയിലെ മെയിൻ സാധനം. പ്രത്യേകിച്ച് മലയാളികൾ 80% 90% കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മുടെ മെയിൻ എനർജി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഡയറ്റ് മാറുന്ന സമയത്ത് നമ്മുടെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് തലവേദന, ക്ഷീണം, ഓക്കാനം, വയറുവേദന, തലകറക്കം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. നമ്മൾ വളരെ ക്ഷീണം പോലെയൊക്കെ വരാം. ഇതൊരു 5 ദിവസം, മാക്സിമം 5 ഡേയ്സ് ആണ് നിൽക്കാറുള്ളത്. അപ്പോൾ ഈ കീറ്റോ ഫ്ലൂ എങ്ങനെ നമുക്ക് കീറ്റോ ഫ്ലൂ നിന്ന് മാറാന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ എപ്പോഴൊക്കെ വിശക്കുന്നു ആ സമയത്തൊക്കെ ഫുഡ് കഴിക്കുക. ഇത് പിന്നെ നമ്മൾ കൂടുതൽ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഈ സമയത്ത് വെള്ളം കുടിച്ച് ആഹാരം കഴിച്ച് കൂടുതൽ എക്സസൈസ് ചെയ്താൽ നമ്മൾ കീറ്റോസിസ് എന്നുള്ള സ്റ്റേജിലോട്ട് പെട്ടെന്ന് നമ്മുടെ ബോഡി പോകും. അതായത് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് കീറ്റോസിസിലോട്ട് പോകും. കീറ്റോസിസ് പോയി കഴിഞ്ഞാൽ ഈ കീറ്റോ ഫ്ലോ അതോടുകൂടി അവോയ്ഡ് ആവും. അതായത് കീറ്റോ ഫ്ലോ എന്നുള്ളൊരു കണ്ടീഷൻ 3 ദിവസം മാത്രം നിൽക്കുന്ന ഒരു പ്രോബ്ലമാണ്. 3 ദിവസം നമുക്ക് നിന്നതിന് ശേഷം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കീറ്റോ ഫ്ലോ എന്നുള്ള അസുഖമാണ്. ചിലവർക്ക് കീറ്റോ റാഷ് ആയിട്ട് കാണാം. അതായത് ഇത് ബോഡി തരുന്ന ഒരു നെഗറ്റീവ് സൂചനയാണ്. അതായത് നമ്മുടെ ബോഡിയിൽ ചുമന്ന് തടിച്ച് വരികയാണ്. ഇങ്ങനെ അർത്ഥം ഈ കീറ്റോസിസ് ബോഡി നടക്കുന്നത് പ്രോപ്പർ അല്ല എന്ന് ബോഡി തന്നെ കാണിക്കുന്ന ഒരു ലക്ഷണമാണ് കീറ്റോ റാഷ്. റെഡ് സ്പോട്ട്സ് വരുന്നത് കീറ്റോ റാഷാണ്. ഇത് കൂടാതെ കുറേ നാൾ കീറ്റോ ഡയറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് യൂറിക് ആസിഡ് അത് കൂടി നമുക്ക് ഗൗട്ട് എന്നുള്ളൊരു അസുഖം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ കിഡ്നി സ്റ്റോൺ, ഗോൾ സ്റ്റോൺസ്, കാരണം നമ്മൾ കഴിക്കുന്ന മീറ്റും ഇതിലുള്ള എല്ലാം കണ്ടന്റ് കാരണം അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഐഡിയലി പറയുന്നത് കീറ്റോ ഡയറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം മാക്സിമം 1-2, മാക്സിമം 3 മാസം, 1 മാസം അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 3 മാസം വെയിറ്റ് കുറച്ചതിന് ശേഷം നമ്മൾ നോർമൽ ഡയറ്റിലോട്ട് പോവുക. ഈ പ്രശ്നങ്ങൾ, ഞാൻ പറഞ്ഞ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ടെക്നിക്ക് ഉണ്ട്. നിങ്ങൾ ആദ്യമായി തന്നെ കീറ്റോ ഡയറ്റ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നിങ്ങളുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്,
കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ്, പിന്നെ ഷുഗറിന്റെ ലെവൽ, യൂറിക് ആസിഡ് ലെവൽ, ഇത്രയും ചെക്ക് ചെയ്ത് വെക്കുക. ഇപ്പൊ നമുക്കറിയാം ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പോലെ അനുഭവിക്കുവാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ 1 മാസം നമ്മൾ ഈ കീറ്റോ ഡയറ്റ് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതൊക്കെ കൂടുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒട്ടും അനുയോജ്യമായ ഡയറ്റ് അല്ല കീറ്റോ ഡയറ്റ്. ആ ഒരു ടെക്നിക്കാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് അറിയാം, നമുക്ക് കീറ്റോ ഡയറ്റ് എല്ലാവർക്കും കീറ്റോ ഡയറ്റ് അത്ര എഫക്റ്റീവ് ആയിട്ട് കാണാറില്ല. കാരണം ചിലവർക്ക് ഈ ഹാർട്ട് ഡിസീസ് അങ്ങനെ പല പ്രോബ്ലംസ് ഉള്ളവർക്ക് കീറ്റോ ഡയറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ കീറ്റോ ഡയറ്റ് വെയിറ്റ് കുറയ്ക്കാൻ നല്ലൊരു ഡയറ്റ് ആണെങ്കിൽ പോലും ഇതുപോലുള്ള ഹാംഫുൾ സൈഡ് എഫക്ട്സ് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക, അത് കണ്ടുപിടിക്കുക. കറക്റ്റ് ആയിട്ട് ലെവൽ കൂടുന്നെന്ന് കണ്ടുപിടിച്ചാൽ അപ്പം തന്നെ ഈ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്ത് നോർമൽ ഡയറ്റിലോട്ട് മാറുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. Ethnic Health Code, forward to good health.